എനിക്ക് തന്ന ദൗത്യം ഇതാണ്. ഇന്ത്യയെ BJP സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരണം. അതാണ് എൻ്റെ മിഷൻ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെറുതെ രാഷ്ട്രീയം കളിക്കാനും തെറി പറയാനും പ്രസ് കോൺഫറൻസ് നടത്താനല്ല വന്നിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസിന് നൽകിയ ആദ്യ അഭിമുഖത്തിൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത് നടപ്പാക്കുകയാണ്. മുൻ BJP അധ്യക്ഷന്മാരെ പോലെ വാർത്താ സമ്മേളനങ്ങൾ ഇനി ഉണ്ടാകില്ല. ദേശീയ നേതൃത്വത്തിന്റെ വഴിയെയാണ്. കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഉണ്ടായാലും ദിവസവും സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരണമെന്നില്ല. താഴെത്തട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ BJP സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയ ആളല്ല രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ ഓരോ വിഷയത്തിലും ചടുലമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ BJP-യിൽ ശൈലി മാറ്റം നടപ്പാക്കുകയാണ് അദ്ദേഹം. ഓരോ വിഷയത്തിലും പ്രതികരിക്കാൻ മുതിർന്ന ഓരോ നേതാക്കളെയും ചുമതലപ്പെടുത്തി പുതിയ ശൈലി മാറ്റം. പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരുമുണ്ട്. ഇതിപ്പോ ഇന്ന് പറയാനായിട്ട് ഞങ്ങളെ ചുമതലപ്പെടുത്തി, എത്രയേ ഉള്ളൂ. BJP കോർ ഗ്രൂപ്പിലെ നേതാക്കളടക്കം ഉൾപ്പെടുന്ന 9 പേർ മാത്രം ഇനി ദൈനംദിന വിഷയങ്ങളിൽ മാധ്യമങ്ങളുമായി സംസാരിക്കും. സാമ്പത്തിക വിഷയങ്ങൾ, ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതികരിക്കാൻ ചുമതല V മുരളീധരന് മാത്രമാണ്. സംസ്ഥാന ഭരണം, ക്രമസമാധാന വിഷയങ്ങൾ എന്നിവ K സുരേന്ദ്രൻ സംസാരിക്കും. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ PK കൃഷ്ണദാസും, കൃഷി, പരിസ്ഥിതി, ഫിഷറീസ് വിഷയങ്ങൾ കുമ്മനം രാജശേഖരനും ഏറ്റെടുക്കും. MT രമേശിനാണ് യുവജന വിഷയങ്ങൾ. ശോഭാ സുരേന്ദ്രന് ചുമതല സാമൂഹികക്ഷേമം, സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചുമതല പാലക്കാട് നഗരസഭ മുൻ ഉപാധ്യക്ഷനുമായിരുന്ന C കൃഷ്ണകുമാറിന് നൽകി. P സുധീർ പട്ടികജാതി പട്ടികവർഗ വിഷയങ്ങളും AP അബ്ദുള്ളക്കുട്ടി ന്യൂനപക്ഷ വിഷയങ്ങളും മാധ്യമങ്ങളുമായി കൈകാര്യം ചെയ്യും. കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ട് പരിചയമില്ലാത്തതിനാൽ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ ശൈലി. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.